ഈ ഭവനത്തിൽ എത്തിച്ചേർന്ന ഈ കുടുംബ യൂണിറ്റ് കുടുംബ പ്രാർത്ഥനയ്ക്ക് എത്തിച്ചേർന്ന എല്ലാ നാരായണീയരായ ഭക്തജനങ്ങൾക്ക് എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ഏകദേശം ഒരു 10 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ മനസ്സിലാക്കി ഗുരുദേവന്റെ ആ പ്രഭാവം ഏറ്റുവാങ്ങിയ വളരെയധികം സന്യാസ ശ്രേഷ്ഠന്മാര് ശിവഗിരിയിൽ ഉണ്ടായിരുന്നു. ഏകദേശം 60ഓളം സന്യാസ ശ്രേഷ്ഠന്മാര് ഗുരുദേവന്റെ ശിഷ്യന്മാരായിട്ട് ശിവഗിരിയിൽ ഉണ്ടായിരുന്നു. അതില് നമുക്കറിയാം ഗുരുദേവൻ പിൻഗാമിയായിട്ട് വാഴിച്ച ബോധാനന്ദ സ്വാമികള്, അതുപോലെ തന്നെ ഗുരു ഷഡ്ഗം രചിച്ച ശിവലിംഗദാസ സ്വാമികള്, മറ്റുള്ള ശങ്കരാനന്ദ സ്വാമികള്, ആത്മാനന്ദ സ്വാമികൾ, അങ്ങനെ വളരെയധികം പ്രഗത്ഭരായിട്ടുള്ള ഗുരുദേവന്റെ പ്രഭാവം അതേപടി ഏറ്റുവാങ്ങിയിട്ടുള്ള അനേകം സന്യാസ ശ്രേഷ്ഠന്മാര് നമ്മളുടെ ഈ സന്യാസ സമൂഹത്തിലുണ്ടായിരുന്നു. അതിൽ ഒരാളായിരുന്നു ഏറ്റവും വാത്സല്യഭാജനമായി തീർന്ന അസംഗാനന്ദഗിരി സ്വാമികള്. ഈ അസംഗാനന്ദഗിരി സ്വാമികള് നമ്മുടെ ബോധാനന്ദ സ്വാമികള് എടുത്തു വളർത്തി കൊണ്ടുവന്ന് ബോധാനന്ദ സ്വാമികൾ എല്ലാവിധ പൂജാതി കർമ്മങ്ങളും പഠിപ്പിച്ച് അവിടെ ശിവഗിരി പാഠശാലയിൽ നിന്ന് പഠിച്ച് ഇറങ്ങി ഗുരുദേവനിൽ നിന്ന് സന്യാസി ദീക്ഷ സ്വീകരിച്ച ഒരു സന്യാസി. അദ്ദേഹം ശിവഗിരി മാസത്തിന്റെ ഇടയിൽ ഗുരുദേവൻ ഒരു ദിവസം പറഞ്ഞു, നമുക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും ആളുകളുണ്ട്, എന്നാൽ നമ്മുടെ ദർശനങ്ങളും ധർമ്മങ്ങളും പ്രചരിപ്പിക്കുന്നതിനായിട്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ ആരും തന്നെ ഇല്ല, അതുകൊണ്ട് നീ അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞ് അസംഗാനന്ദഗിരി സ്വാമികളെ പറഞ്ഞയക്കുന്നു. അത് അദ്ദേഹം ശിരസാവഹിച്ചുകൊണ്ട് അവിടെ നിന്ന് യാത്ര തിരിക്കുന്നു. തൻ്റെ ഗുരുവായ ബോധാനന്ദ സ്വാമികളുടെയും എൻ്റെ ഗുരുവായ എൻ്റെ ഈശ്വരനായ ശ്രീ നാരായണ ഗുരുദേവന്റെയും ആ ഫോട്ടോയും എടുത്തുകൊണ്ട് വലിയൊരു ഭാണ്ഡവുമായി അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുന്നു. പല ദിവസങ്ങൾ യാത്ര ചെയ്തുകൊണ്ട് ഈ അസംഗാനന്ദഗിരി സ്വാമികൾ എത്തിച്ചേർന്നത് തിരുപ്പതി ക്ഷേത്രത്തിന്റെ അടിവാരത്തുള്ള ഒരു ഗുഹയിലാണ്. അന്ന് ആ 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ തിരുപ്പതി സന്നിധിയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇന്നിപ്പോ നമ്മൾ കാണുന്ന രീതിയിലുള്ള റോഡുകളോ വലിയ വലിയ ഉദ്യാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തിരുപ്പതിയിൽ പോയിട്ടുള്ളവരെ ഉണ്ടാവില്ലല്ലോ, എല്ലാവരും പോയിട്ടുള്ളതല്ലേ? തിരുപ്പതി പോയിട്ടില്ലേ? പോത്തറാണിയുണ്ടോ? ഈ തിരുപ്പതി എന്ന ക്ഷേത്രം നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു വലിയൊരു അത്ഭുതമായിട്ടുള്ള സ്ഥലം, 7 മലയ്ക്ക് മുകളിലുള്ള അപ്പുറത്തുള്ള ഒരു വലിയ ക്ഷേത്രം. അപ്പൊ അന്ന് ഈ തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള നടപ്പാത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോ പോകുന്ന പോലെ ബസ്സിന് പോയി തിരുപ്പതി ക്ഷേത്രത്തിന് മുമ്പിൽ ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ ഈ നടപ്പാത അടിവാരത്ത് ആദ്യ മല കയറുന്നിടത്ത് തന്നെയായിരുന്നു ഈ അസംഗാനന്ദഗിരി സ്വാമികള് പോയിട്ട് വലിയൊരു ഗുഹയില് ധ്യാനത്തിലിരുന്നു. അപ്പോ ഈ തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് പോകുന്ന നല്ലൊരു ശതമാനം ആളുകള് ഈ സ്വാമികളെ കണ്ട് തൊഴുതുകൊണ്ട് മറ്റുള്ള പഴവർഗ്ഗങ്ങളൊക്കെ കാണിക്കയെ അർപ്പിച്ചുകൊണ്ട് സ്വാമിയെ തൊഴുന്നു. അവരുടെ പല പ്രശ്നങ്ങളും അവിടെ വെച്ച് സ്വാധീകരിക്കപ്പെടുന്ന എല്ലാ പ്രശ്നങ്ങളും അവിടെ വെച്ച് തീർക്കപ്പെടുന്നു. കണ്ണില്ലാത്തവർക്ക് കാഴ്ച കൊടുക്കുന്നു, മറ്റു അസുഖങ്ങളെല്ലാം മാറ്റി കൊടുക്കുന്നു. ഗുരുദേവൻ എന്തൊക്കെ ചെയ്തിരുന്നോ അതുപോലെ തന്നെ ദിവ്യമായ ഒരു അനുഭവം അവിടെ വരുന്ന ഓരോരുത്തർക്കും ഉണ്ടാകുന്നു. അപ്പോ അത് കഴിഞ്ഞിട്ട് അവര് പലരും തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് എത്തുന്നില്ല. വീണ്ടും അവിടെ ആ ഒരു പ്രഭാവം ആ ഒരു സ്റ്റേറ്റ് മുഴുവനും, ആ ഒരു ജില്ല മുഴുവനും വ്യാപിക്കുന്നു. വളരെയധികം ആളുകൾ ഈ അസംഗാനന്ദഗിരി സ്വാമികളുടെ ആശ്രമം അതൊരു ആശ്രമമായി തീർന്നു. അത് ആളുകൾ കൂടിയതോടുകൂടി അസംഗാനന്ദഗിരി സ്വാമികളെ പരിചരിക്കുന്നതിനും ആളുകളെ നിയന്ത്രിക്കുന്നതിനൊക്കെ വളരെയധികം സഹായികളൊക്കെ ഒത്തുകൂടി. അതിനുശേഷം ക്ഷേത്രത്തിലേക്ക് വരുന്ന ആ ഒരു ഭക്തജനങ്ങളുടെ അളവ് കുറയുണ്ടായി. അപ്പോ തിരുപ്പതി ക്ഷേത്രത്തിലെ ദേവസ്വം ബോർഡ് കമ്മിറ്റിക്കാരെ എല്ലാവരും ഒത്തുചേർന്ന് പറഞ്ഞു, ഇങ്ങനെ പോയി ശരിയാവില്ല, ഉടനെ നമുക്ക് സ്വാമികളെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ദേവസ്വത്തിലെ കമ്മിറ്റി അംഗങ്ങളും ക്ഷേത്ര ഭാരവാഹികളും എല്ലാവരും കൂടി തിരുപ്പതി ദേവസ്വത്തിലെ എല്ലാവരും കൂടി സ്വാമികളെ വന്ന് കാണുന്നു. സ്വാമികളോട് പറയുന്നു, സ്വാമി അങ്ങ് മലയാളത്തിൽ നിന്ന് വന്ന വലിയൊരു സന്യാസ ശ്രേഷ്ഠനാണെന്ന് ഞങ്ങൾക്കറിയാം, ശ്രീ നാരായണ ഗുരുദേവന്റെ ശിഷ്യനാണെന്നറിയാം, അങ്ങനെ ദിവ്യത്വം ഞങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷേ ക്ഷേത്രത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടാവസ്ഥയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തജനങ്ങളുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു സ്വാമി, അതുകൊണ്ട് ഇവിടെ നിന്നും ഒന്ന് മാറിത്തരണം എന്നുള്ളൊരു അപേക്ഷ ഈ അസംഗാനന്ദഗിരി സ്വാമികളുടെ ആശ്രമത്തിൽ വന്നുകൊണ്ട് ഇവര് താഴ്മയായിട്ട് പറയുന്നു. അതനുസരിച്ച് അസംഗാനന്ദഗിരി സ്വാമികൾ പറയുന്നു, നാം പൊയ്ക്കൊള്ളാമല്ലോ, നമുക്ക് യാതൊരു ഉപാധിയുമില്ല. ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ ഈ 2 ഫോട്ടോയും, ഗുരുദേവന്റെ ഫോട്ടോയും ഈ ബോധാനന്ദ സ്വാമിയായ തന്റെ ഗുരുവിന്റെ ഫോട്ടോയും എടുത്തുകൊണ്ട് അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. ആരെയും വിളിക്കുന്നില്ല, സ്വന്തമായിട്ട് യാത്ര തിരിക്കുന്നു. അപ്പൊ ഇവര് പുറകെ ചെന്നിട്ട് പറയും, സ്വാമിക്ക് എവിടെ വേണമെങ്കിലും ആശ്രമം പണിതു തരാം, സ്വാമി അവിടെ ഇരുന്നോളൂ, സ്വാമിക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലം കാണിച്ചു തന്നാ എന്ന് പറഞ്ഞു. നമുക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അസംഗാനന്ദഗിരി സ്വാമികൾ അവിടുന്ന് പുറപ്പെട്ട് ചെന്ന്
കയറുന്നത് ഈ പറയുന്ന തിരുപ്പതി അടുത്തുള്ള ഏർപ്പേട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ചെന്ന് അവിടെ ഇരിപ്പുറപ്പിക്കുന്നത്. അവിടെ ചെന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു, അവിടെ ഇരിപ്പായി. അപ്പോൾ ഈ തിരുപ്പതി ദേവസ്വത്തിൽ നിന്നും വരുന്ന അവിടുത്തെ കമ്മിറ്റി അംഗങ്ങൾ വീണ്ടും സ്വാമിയെ സമീപിക്കുന്നു. സ്വാമി, ഈ സ്ഥലം അങ്ങക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലം ഞങ്ങൾ വാങ്ങി ഒരു വലിയ ഒരു ആശ്രമം പണികഴിപ്പിച്ച് തരാമെന്ന് പറയുന്നു. സ്വാമി പറയുന്നു, എനിക്ക് അത്ര വലിയ ആശ്രമമൊന്നും വേണ്ട, ഒരു ചെറിയ കുടില് എൻ്റെ ഈ ഗുരുനാഥരെയും എൻ്റെ ഗുരുസ്വാമിയും ശ്രീ നാരായണ ഗുരുദേവനും പ്രാർത്ഥിക്കാനുള്ള ഒരു ആശ്രമം മാത്രം, ചെറിയൊരു കുടില് മാത്രം മതി എന്ന് പറയപ്പെടുന്നു. പക്ഷെ അവര് ആ ഏരിയയിലുള്ള അത്രയും സ്ഥലങ്ങള് എല്ലാവരോടും ചോദിച്ചു വാങ്ങിക്കുന്നു. ഏകദേശം 100 ഏക്കർ സ്ഥലം, 100 ഏക്കർ സ്ഥലം വാങ്ങി അവിടെ വലിയൊരു ആശ്രമം പണികഴിപ്പിക്കുന്നു. അത് അസംഗാനന്ദഗിരി സ്വാമികൾക്ക് തീർത്ഥെഴുതി സമർപ്പിക്കുന്നു. ഇത് നടക്കുന്നത് ഇന്നിരിക്കുന്ന ശിവഗിരി മന്ദിരം പണിയുന്നതിന് മുൻപാണ്. അത് ശ്രീനാരായണ ഗുരു സശരീരനായിരിക്കുന്ന സമയത്ത്. മൂന്നാമത് ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾക്ക് പോകാനായിട്ടുള്ള ഒരു അവസരം കിട്ടി. തിരുപ്പതിയിൽ ചെന്നു. അപ്പൊ അവിടെ ചെന്ന് തിരുപ്പതി ദർശനം കഴിഞ്ഞ് വന്നിട്ട് ആശ്രമ മഠാധിപതി വിളിച്ചു. അപ്പോൾ സ്വാഗതം, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാമെന്ന് പറയുന്നു. ഞങ്ങൾ അപ്പൊ രാത്രിയായി. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു നാളെ രാവിലെ ഒരു 10 മണിക്ക് ശേഷം വന്നാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പിറ്റേ ദിവസം കാലത്ത് അതിരാവിലെ കാളഹസ്തിക്ക് പോയി. തിരിച്ചു വരുന്ന വഴി ഒരു ഓട്ടോറിക്ഷ പിടിച്ച് നേരെ ഈ ആശ്രമത്തിൽ ചെല്ലുന്നു. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങളെ സ്വീകരിക്കാനായിട്ട് അവിടുത്തെ ഒരു മഠാധിപതി ഏൽപ്പിച്ചിരുന്ന ഒരു സന്യാസിയും അവിടുത്തെ മാനേജരും ഉണ്ടായിരുന്നു. ഞങ്ങൾ അകത്തേക്ക് കൊണ്ടുപോയി അവിടെ എല്ലാം കൊണ്ടു നടന്ന് കാണിച്ചു. അപ്പോഴാണ് കാണുന്നത് നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള വലിയൊരു സമാധി മന്ദിരം, അസംഗാനന്ദഗിരി സ്വാമികളുടെ സമാധി മന്ദിരവും വലിയൊരു ഹാളും പ്രാർത്ഥനാ മന്ദിരവും. അപ്പൊ അന്ന് അവിടെ പ്രധാന ദിവസമല്ല. അപ്പൊ അവിടുത്തെ ഫോട്ടോകളെ കാണിച്ചു തന്നപ്പോഴാണ് പറയുന്നത്, പ്രധാന ദിവസങ്ങളിൽ ആ ഹാള് തിങ്ങി നിറഞ്ഞാണ് ആൾക്കാര് ഈ സമൂഹ പ്രാർത്ഥനയ്ക്ക് എത്തുന്നത്. അപ്പൊ ഞാൻ ഇത്രയധികം ആളുകൾ എങ്ങനെയാ സ്വാമി ഇവിടെ വരുന്നത്? ഇവര് വരുന്നവർ ഓരോരുത്തർക്കും അതിൻ്റെതായ അനുഭവം കിട്ടിയിട്ടുണ്ട്. അവര് പിന്നീട് മറ്റുള്ളവരെ വിളിച്ചു കൊണ്ടുവരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഈ ഗുരു പ്രാർത്ഥന നടത്തുമ്പോൾ ശ്രീ നാരായണ ഗുരുദേവനും ബോധാനന്ദ സ്വാമികളും അസംഗാനന്ദ സ്വാമികളുടെയും സാന്നിധ്യം ഇവിടെ ഉണ്ടാവുന്ന അവർ ഉറച്ചു വിശ്വസിക്കുന്നു. അവരുടെ രോഗാദി എല്ലാ പ്രശ്നങ്ങളും അവിടെ തീർന്ന് അവർ തിരിച്ചു പോകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കുടുംബയോഗങ്ങൾ പോലുള്ള സമൂഹ പ്രാർത്ഥനകൾ വലുതാകണം. ഇതുപോലുള്ള സമൂഹ പ്രാർത്ഥനകളിലൂടെ ഗുരുദേവൻ തന്നിട്ടുള്ള സ്തോത്രകൃതികൾ ഇന്നിവിടെ ചൊല്ലിയ, ഞാനിപ്പോ ഏറ്റവും പുതിയതായിട്ട് കേട്ടത് തേവാരപ്പതികങ്ങൾ, വളരെ മനോഹരമായ തമിഴ് സ്തോത്ര കൃതിയാണിത്. അത് ഒന്ന് പഠിച്ച് എല്ലാവരും ചെല്ലുകയാണെങ്കിൽ വളരെയധികം നല്ലൊരു പ്രാർത്ഥന കൂടിയാണിത്. പ്രത്യേകിച്ച് വിദ്യയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഈ ഒരു പ്രാർത്ഥന മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എല്ലാവരും ഒരുമിച്ചിരുന്നുകൊണ്ട് നമ്മുടെ വരുന്ന ഒരു ചതയാഘോഷത്തില് ഈ ശാഖ നല്ല രീതിയിലുള്ള ഒരു പ്രാർത്ഥനാ സമൂഹം രൂപപ്പെടുത്തിക്കൊണ്ട് അവിടെ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച പോലെ ഏറ്റവും 72 ശാഖയിൽ നിന്നും ഏറ്റവും മുൻപന്തിയുള്ള ഒരു ശാഖയായിട്ട് നമുക്ക് ആ പ്രൈസ് വാങ്ങിക്കാൻ പറ്റി. ഈ പ്രാർത്ഥനാ സമൂഹം, നമ്മുടെ ഈ പ്രാർത്ഥനാ സമൂഹം അവിടെയും എല്ലായിടത്തും ഒന്നിച്ചു നിൽക്കട്ടെ. ഗുരുദേവ പ്രാർത്ഥനയിലൂടെ എല്ലാ കുടുംബങ്ങളിലേക്കും ഐശ്വര്യങ്ങൾ വന്നു നിറയട്ടെ. എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസവും ജോലിയും ഉണ്ടാവട്ടെ. ആ ഗുരുദേവ പ്രാർത്ഥന എല്ലാവരും നിലനിർത്തിക്കൊള്ളണം, കാണണം. എല്ലാവരുടെയും മനസ്സിലേക്കും ഗുരുദേവ പ്രാർത്ഥന എത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുദേവ തൃപാദങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.